ഹായ് ഹലോ, ഞങ്ങൾ മൂന്നും കൂടി ഇന്ന് എവിടെ പോകാമെന്നല്ല, ഞങ്ങളൊരു പടം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ എവിടെ പോകാൻ ഇറങ്ങിയാലും എൻ്റെ അമ്മയ്ക്കൊരു കലാരൂപമുണ്ട്. ആ കാണുന്ന കലാരൂപമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കരികില പറക്കൽ, അതായത് ഈ ഉണങ്ങിയ ഇലയൊക്കെ നിലത്ത് വീഴില്ല, അതൊക്കെ പറക്കിക്കളയലാണ് ആളുടെ പണി. അതിനുശേഷം നട്ടുച്ചയായപ്പോഴാണ് ഞങ്ങൾ 1 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ വെയിലത്ത് ഞങ്ങൾക്ക് ബസ്സിൽ കയറി ഞങ്ങളൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങി. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വിശപ്പൊക്കെ ആയി. ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഞാനും മോളും പൊറോട്ടയും ബീഫും വാങ്ങിച്ചു. അമ്മ നോൺ വെജ് ഒന്നും ഇപ്പോൾ കഴിക്കില്ല, നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഭക്തിയൊക്കെ കൂടിപ്പോയത് കൊണ്ട് അമ്മ നോൺ വെജ് കഴിക്കത്തില്ല, വെജ് മാത്രമേ കഴിക്കുകയുള്ളൂ. അമ്മ കഴിച്ചത് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് അത്യാവശ്യം അതൊക്കെ കഴിച്ചു. കാരണം ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത്. അതെല്ലാം കഴിച്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തിയേ. തിയേറ്ററിലെത്തിയപ്പോഴാണെങ്കിൽ ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ കാണാൻ പോയ പടം എന്ന് പറയുമ്പോൾ വാഴ 2 കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ മോള് പറഞ്ഞു അവൾക്ക് കരയാൻ പറ്റില്ല, അത് കാണണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിനാണ് ടിക്കറ്റ് എടുത്തത്. എന്നാൽ പിന്നെ അത് കണ്ടേക്കാമെന്ന് ഓർത്ത്, എന്തായാലും അവിടം വരെ വന്നതല്ലേ. അപ്പം ഞങ്ങൾ അങ്ങനെ ടിക്കറ്റും എടുത്ത് ചൊറിയും കുത്തിയിരുന്നപ്പോഴാണ് ഇതാ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം കണ്ടത്. ഇത് പണ്ട് കാലത്തെ കണ്ടുള്ളതാണെന്ന് തോന്നുന്നു, എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി പടമൊക്കെ തുടങ്ങി കേട്ടോ. പടമൊക്കെ തുടങ്ങി, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പടമാണ്, നമുക്ക് കോമഡിയാണ്, കണ്ടിരിക്കാം. സീരിയസ് മാറ്റർ ഉണ്ടെങ്കിലും പക്ഷേ നമ്മളത് കോമഡി രീതിയിലേ കാണത്തുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഞങ്ങൾ അവിടെ ഇരുന്ന സമയത്ത് വാഴ 2 നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടന്ന് പതുക്കെ അടുത്ത ബസ്സിന് കയറാൻ വേണ്ടി വന്ന സമയത്ത് എന്നാൽ പിന്നെ ഒരു സ്ട്രോങ് ചായ കുടിക്കാമെന്ന് ഓർത്ത് ഈ കാണുന്ന കടയിൽ കയറിയേ. അപ്പോൾ അവിടെ ഈ കടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓരോന്ന് വാങ്ങിച്ച് കഴിച്ച് നല്ല സ്ട്രോങ് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം.